വിതയ്ക്കലിന്റെയും കൊയ്ത്തിന്റെയും തത്വം നിങ്ങൾ ഉദാരമായി വിതയ്ക്കുകയും ദൈവത്തിന്റെ വർധനവ് പ്രതീക്ഷിക്കുകയും ചെയ്യട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഈ ആത്മീയ തത്വത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാം. ദാനം നൽകുന്നത് വിതയ്ക്കലിന്റെയും കൊയ്ത്തിന്റെയും തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്തു നാം കൊയ്യും എന്നാണ്. പിശുക്കുള്ള ദാനം വിളവെടുപ്പിനെ പരിമിതപ്പെടുത്തുന്നു, എന്നാൽ ഉദാരമായ ദാനം വർധനവിലേക്കുള്ള വാതിൽ തുറക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ കൊടുക്കുന്നവർക്ക് നല്ല അളവിൽ തിരികെ ലഭിക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 11:25 പറയുന്നത്, ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും എന്നാണ്. ആത്മീയ വളർച്ചയുടെ അടിസ്ഥാന ഘടകമായി ദൈവം ഉദാരതയെ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് കൂടുതൽ വ്യക്തമാക്കുന്നതിനായി നമുക്ക് ഒരു നിത്യജീവിത ഉദാഹരണം നോക്കാം. കുറച്ച് വിത്തുകൾ മാത്രം വിതയ്ക്കുന്ന ഒരു കർഷകന് വലിയൊരു വിളവെടുപ്പ് പ്രതീക്ഷിക്കാൻ കഴിയില്ല. വിളവെടുപ്പിന്റെ വലിപ്പം വിത്തുകളെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഉദാരതയാണ് നമ്മുടെ ആത്മീയ ഫലപ്രദതയെ നിർണയിക്കുന്നത്. ദൈവരാജ്യത്തിൽ ഞാൻ ചുരുക്കമായോ അതോ ഉദാരമായോ ആണോ വിതയ്ക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസത്തോടെ ഉദാരമായി വിതയ്ക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭയത്തെ നീക്കണമേ. നീയാണ് വിളവെടുപ്പിന്റെ നാഥൻ എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ദാനങ്ങൾ ശാശ്വതമായ ഫലം പുറപ്പെടുവിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.